ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു ഷവായ ഉണ്ടാക്കാം. ജസ്റ്റ് മസാല ഷവായ എന്നും പറയാം, നമുക്ക് അൽഫാമായിട്ട് യൂസ് ചെയ്യാം, അങ്ങനെയും കഴിക്കാം. നമുക്ക് ആദ്യം നമ്മൾ ജാറെടുത്ത് അതിലേക്ക് ഉള്ളി അരിഞ്ഞ് വലിയ പീസാക്കി അരിഞ്ഞാൽ മതി, കാരണം നൈസായിട്ട് അരിയാനുള്ളതാണ്. അതുപോലെ തന്നെ തക്കാളി, കുറച്ച് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എന്നിട്ട് നല്ല പേസ്റ്റാക്കി അരക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചിക്കനൊക്കെ കഴുകി വെച്ചതാണ് മുന്നേ തന്നെ. പിന്നെ ഇത് നമ്മൾ ഹെയർ ഫ്രയറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താക്കാം, മസാല ഒഴിവാക്കിയിട്ട് നമുക്ക് അൽഫാമാക്കിയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നല്ല മസാല ചേർത്തിട്ട് വേവിച്ചിട്ട് നല്ല മസാല ഷവായ ആക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മസാല പേസ്റ്റ് ടൈം ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ആക്കാം. അങ്ങനെ നമ്മൾ ഉപ്പിട്ടെടുത്തു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി നല്ല യൂസ് ചെയ്യും ഞാൻ. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ഉണ്ട്. വലിയ സ്പൂണായപ്പോൾ ഇട്ടതാണ് കുറേശ്ശെ. പിന്നെ നമുക്ക് എരിവിനനുസരിച്ച് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറേശ്ശൊക്കെ ഇട്ട് കൊടുക്കാം. ചിലവർക്ക് ഞാൻ മുളകൊക്കെ അത്യാവശ്യത്തിനാക്കിയിരിക്കണം, കാരണം ഇത് മസാല പിടിച്ച് വരണ്ടേ. നല്ല ഉള്ളിക്കൊക്കെ നല്ല എരിവും പുളിയൊക്കെ ആയിക്കോട്ടെ വെച്ചിട്ട് നല്ല മുളകൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകവും അതുപോലെ തന്നെ വലിയ ജീരകവും രണ്ടും അല്പം 1 സ്പൂണ്, ഒരു ചെറിയ ടേബിൾ സ്പൂൺ ഇട്ടതിന് ശേഷം കുരുമുളക് ഇടുക. കുരുമുളക് നൈസായിട്ട് പൊടിച്ചല്ല, ജസ്റ്റ് ഒരു കറക്കിലിറക്കിയ ഇതാണ്. ഇനി ഇതിലേക്ക് കറങ്ങുമല്ലോ. പിന്നെ അല്പം കളറ് ചേർക്കുന്നുണ്ട്. ഇതിൽ കണ്ട വിശേഷം തോനെ കളറ് ചേർക്കേണ്ടത്, ലേശം കളറ് ചേർക്കണുള്ളൂ, ജസ്റ്റ് ഒരു കളറിനും വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ തൈര് കാണുന്നുണ്ടാവുമല്ലോ, തൈര് കഴിഞ്ഞു, ലാസ്റ്റ് ഒരു പാക്കറ്റുള്ളായിരുന്നു. അപ്പോൾ തൈര് എത്ര കൂടുതൽ കിട്ടണോ അത്രയും കൂടുതൽ ടേസ്റ്റാണ് തൈര്. ഈ ഒരു മസാല പേസ്റ്റിക്ക് തൈര് എത്ര വേണോ അത്രയും നല്ലതാണ്. അപ്പോൾ ഇത് അല്പം തൈരുള്ളൂ, കുറച്ചുള്ളൂ. പിന്നെ നമ്മളത് പേസ്റ്റാക്കി കൊടുത്തിട്ടുണ്ട്. പേസ്റ്റാക്കിയിട്ട് നല്ല എന്താ പറയുക, അതിക്ക് കുറച്ച് സുർക്കയും അതുപോലെ തന്നെ സോസ്, ടൊമാറ്റോ കെച്ചപ്പോ സോസോ അതും, പിന്നെ കുറച്ച് ഓയിലും കൂടി ചേർത്ത് മസാല നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ഓയിൽ ഒരു നേരിയ, നമുക്ക് ആ മസാലയ്ക്ക് എത്ര ഒരളവ് വേണോ അങ്ങനെയാണ് ഞാൻ ഓയിലൊന്ന് ചേർത്തിട്ടുള്ളത്. ആ മസാലയ്ക്ക് എത്ര വേണോ നമുക്ക് വേണ്ട അത്ര ഒഴിച്ചെടുത്താണ്. കണക്ക് വലിയ ഇതില്ല. ഇനി ഇതിലേക്ക് നല്ല മസാല ചിക്കന് നന്നായിട്ട് കോട്ട് ചെയ്ത് വെച്ചിട്ട് നേരെ നമ്മൾ ഫ്രീസർക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ, കൂടുതൽ 2 മണിക്കൂറാണെങ്കിൽ കൂടുതൽ പിടിക്കും. നമ്മൾ 2 മണിക്കൂറാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, മസാലയൊക്കെ നല്ല പേസ്റ്റായിട്ട് നല്ല പിടിച്ചിട്ടുണ്ടാവും. ഉള്ളിലേക്കൊക്കെ ചിക്കൻ്റെ ഫ്ലഷിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല മസാലകൾ പിടിച്ചിട്ടുണ്ടാവും. ഇത് നേരെ കോട്ട് ചെയ്ത് വെച്ച്, പിന്നെ ഞാൻ നേരം വൈകിയപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് 1 മണിക്കൂറേ ഞാൻ വെച്ചിട്ടുള്ളൂ. കൂടുതൽ സമയം വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല എന്താ പറയുക, മസാലയൊക്കെ ചിക്കനിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ ഹെയർ ഫ്രയറാണ് യൂസ് ചെയ്യുന്നത്. ഹെയർ ഫ്രയർ നല്ല ക്ലീൻ ചെയ്ത് തുടച്ചിട്ട് അതിലേക്ക് ചിക്കനൊക്കെ ഇട്ടെടുത്ത് നമുക്ക് ഒരു 2-3 പീസൊക്കെ ഇട്ടെടുക്കുമ്പോൾ എന്താ പറയുക, പെട്ടെന്ന് എന്താ പറയുക വെന്ത് കിട്ടും. പിന്നെ ഫുള്ള് ഇട്ട് കൊടുത്താൽ എന്താവും, തിങ്ങിയിട്ട് ചൂടായിട്ട് വേവാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കുറേശ്ശെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ചിക്കന് വേവിച്ചെടുത്ത്, പിന്നെ നമ്മളൊരു ടൈമുണ്ട് 30 മിനിറ്റ് ഒരു ഭാഗവും 30 മിനിറ്റ് ഒരു ഭാഗവും, എന്നാലും അതിൻ്റെ ഉള്ളൊക്കെ നല്ല വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 30 മിനിറ്റ് ഒരു ഭാഗം വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ
കുറേ നേരം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ 260 ഡിഗ്രി ചൂടിലാണ് ആക്കിയിട്ടുള്ളത്. അത് വെന്ത് വന്നതിന് ശേഷം മറിച്ചിട്ട് പിന്നെ മസാല ഒന്നും കൂടി തേച്ച് വെച്ചെടുത്തിട്ട് വീണ്ടും അതുപോലെ തന്നെ ബാക്കിയുള്ളതും അതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഒന്നും കൂടി ചൂടാക്കി ചെയ്തെടുക്കുകയാണ്. മറിച്ചിട്ടിട്ടും നമ്മൾ വേവിക്കണം 30 മിനിറ്റ് കേട്ടോ. എന്നാലേ ചിക്കൻ്റെ ഉള്ളിലൊക്കെ വെന്ത് എന്താ പറയുക നമുക്ക് വേവാത്ത പോലെ തോന്നും. പിന്നെ എയർ ഫ്രയറിലാകുമ്പോൾ അങ്ങനെ വെന്ത് നല്ല രീതിയിൽ എന്താ പറയുക മസാലകൾ പിടിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആ മസാല നമ്മൾ മറിച്ചിടുമ്പോൾ കുറച്ചും കൂടി മസാല ഒന്നും കൂടെ തേച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താ പറയുക മസാലകളൊക്കെ നല്ല പിടിക്കുള്ളൂ. ഈ ചിക്കൻ മാത്രം പൊരിച്ചെടുക്കേണ്ട മാതിരിയല്ലല്ലോ എയർ ഫ്രയറിൽ. ഓയിലില്ലാതെ ജസ്റ്റ് ഈ മസാലയിലുള്ള പേസ്റ്റിലുള്ള ഓയിലല്ലേ അതിനത്രയും ഇതാവില്ല. പിന്നെ അത് മറിച്ചെടുത്ത് നമ്മൾ അതേമാതിരി സെക്കൻഡ് ട്രിപ്പ് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കണം. നല്ല മുരെടുത്തിട്ടുണ്ട്, ഉള്ള് ജ്യൂസി ആയിരിക്കും. നമ്മൾ രണ്ടും നമ്മൾ ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ രണ്ടും ഒന്നും കൂടി നമ്മൾ മസാല ഒന്നും കൂടി തേച്ച് വെച്ച് ശരിക്കും മസാല നമ്മൾ നല്ല മസാല വെക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അത് ആരും മറക്കരുത്. ബാക്കിയുള്ളത് രണ്ട് ഭാഗം നല്ല വെന്തിട്ടുണ്ടാവും. അപ്പം ഇനി ഇതെല്ലാം കൂടി ചെയ്തിട്ട് നമ്മൾ സ്മോക്കിങ് ചെയ്യാൻ പോവാണ്. സ്മോക്കിങ് ചെയ്താൽ എന്താ പറയുക ചെറിയൊരു അൽഫാം ഫ്ലേവർ വേണ്ടേ, അൽഫാമായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ. അപ്പോൾ ചെറിയൊരു സ്മോക്കിങ് ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പോൾ എയർ ഫ്രയർ ഓഫൊക്കെ ചെയ്തിട്ടാട്ടോ ചൂടാറിൻ്റെ ശേഷമാണ് ജസ്റ്റ് അയക്കനെ വെച്ചുകൊടുത്തത്. വേറെ പാത്രം ആക്കണ്ടല്ലോ വിചാരിച്ചിട്ട്. അങ്ങനെ നമുക്ക് ആ ബാക്കിയുള്ള പേസ്റ്റ് നമ്മൾ കുറച്ച് ചെറിയ ചട്ടിയിലിട്ട് കൂടുതൽ ഇനി തൈര് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെന്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മളടുത്ത് തൈരില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചപ്പും പുതിനയും അതുപോലെ തന്നെ സ്പ്രിംഗ് ഒണിയനും നമുക്ക് ഇട്ടിട്ട് ടേസ്റ്റ് ആക്കാം. അതിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സോസൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ വേറെ ടേസ്റ്റാണ്. മക്കൾക്ക് സോസ് ആഡ് ചെയ്ത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളെ വീട്ടിൽ ഇവിടെ മസാല വല്ലാതെ ഇഷ്ടമല്ല മസാല ആക്കിയിട്ട്. അപ്പോൾ അതാണ് വേറെ ഇതിലേക്ക് നമ്മൾ നേരെ ചിക്കൻ നമ്മളിപ്പോൾ സ്മോക്ക് ചെയ്ത ചിക്കൻ ഇതിലേക്ക് നേരെ ഇട്ടാൽ എന്താക്കും മസാല ഷവായ നല്ല അടിപൊളിയിലായിട്ട് കിട്ടും. പക്ഷേ ഇവിടെ അത്ര മസാല ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പേസ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ മേലെ ജസ്റ്റ് എന്താ പറയുക തേച്ച് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയാണ്. ഇത് ഉള്ളിയും സ്പ്രിംഗ് ഒണിയനും മറന്നുപോയി സോയാ സോസും ഒഴിക്കുന്നുണ്ട്. കുറച്ച് സ്പ്രിംഗ് ഒണിയനും സോസും കൊറിയാണ്ടർ ലീഫും ഇതും കൂടി നല്ല മിക്സ് ചെയ്തിട്ട് നല്ല ഒരു ബബിളായിട്ട് പൊന്തണം. അപ്പോഴതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അതായത് തക്കാളിൻ്റെ ഉള്ളിൻ്റെയൊക്കെ പച്ചച്ചവ മാറുന്നത് വരെ. പിന്നെ അതിന് ശേഷം നമ്മൾ പ്രിപ്പറേഷനിലേക്ക് പോകാം. അപ്പോൾ ഒരു പ്ലേറ്റ് എടുക്കുക, അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കന് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഈ മസാല അതിലേക്ക് തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഉള്ളി അതുപോലെ തന്നെ കൊറിയാണ്ടർ ലീഫ് ലെമൺ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സ് സംഭവങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പുതിയ അപ്ഡേഷനുമായിട്ട് ഞാൻ വരും. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു നോമ്പുതുറക്ക് നമ്മൾ ചെറിയൊരു സ്മോൾ ഡിഷ് ഉണ്ടാക്കിയതാണ്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.